ടോട്ടോച്ചിൻ്റെ കഥ ഇവിടെ തുടരുന്നു. അരുവിയുടെ ഇരുകരകളിലും അടുത്തിടെ മാത്രം പൂത്ത് നിറഞ്ഞ ചെറിയുടെ നീണ്ട നിരകൾ. കണ്ണെത്താത്ത ദൂരത്തോളം പരന്നുകിടക്കുന്ന മഞ്ഞ നിറമുള്ള കടുകിൻ പൂക്കളുടെ പാടം. ഇത് പണ്ടുകാലത്തെ കാര്യമാണ്. അന്ന് ജിയോഗോ മുഴുവനും പാടമായിരുന്നു. ഇന്നോ നിറയെ കൂറ്റൻ കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. പഴയ തോട് മൺമറഞ്ഞു പോയിട്ട് ഒരുപാട് കാലമായി. നമ്മള് ഉഹോബൻ ക്ഷേത്രത്തിന്റെ അവിടെ വരെ പോവോ? ഫ്രോക്കിലെ ഞെറിയിൽ വെള്ളമുയലിന്റെ പടമുള്ള കുട്ടി ടോട്ടോച്ചനോട് പറഞ്ഞു. സാക്കോച്ചൻ, അതാണ് അവളുടെ പേര്. കഴിഞ്ഞ തവണ അവൾ വന്നപ്പോ അവിടെയുള്ള കുളത്തില് ഒരു വലിയ പാമ്പ്, പിന്നെ അവിടെ ഒരു പഴയ കിണറുണ്ട്. അതിനുള്ളിലെ ഒരു വാൽനക്ഷത്രം കത്തി വീണിട്ടുണ്ടെന്നാ പറയുന്നേ. വിടർന്ന കണ്ണുകളോടെ സാക്കോച്ചൻ പറഞ്ഞു. കുട്ടികൾ അങ്ങനെ നടക്കുകയാണ്. അവർക്ക് തോന്നിയതെല്ലാം ചലവില പറഞ്ഞുകൊണ്ട്. മാനത്ത് നല്ല വെളിച്ചം. ചിത്രശലഭം നിറഞ്ഞു പാറുകയായിരുന്നു. ഏതാണ്ട് 10 മിനിറ്റോളം അവർ നടന്നു കാണും. ടീച്ചർ പെട്ടെന്ന് നിന്നു. ആ കടുകിൻ പൂക്കൾ കണ്ടോ? പൂക്കളുടെ മഞ്ഞ വെയിലിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടു ടീച്ചർ ചോദിച്ചു. എന്തിനാണ് പൂക്കൾ വിരിയുന്നത്? ടീച്ചർ വിവരിക്കാൻ തുടങ്ങി. കേസരങ്ങളെയും അണ്ഡകോശങ്ങളെയും കുറിച്ച് ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കെ തെരുവോരത്ത് കടുകിൻ പൂക്കൾക്കരികിലിരുന്ന് കുട്ടികൾ അവ പരിശോധിക്കാൻ തുടങ്ങി. പൂമ്പാറ്റകൾ പൂക്കളെ സഹായിക്കുന്നതെങ്ങനെയെന്ന് ടീച്ചർ വിശദീകരിക്കുകയാണ്. പൂമ്പാറ്റകൾ അപ്പോഴും തിരക്ക് പിടിച്ച് അവരുടെ പണിയിലേർപ്പെട്ടിരിക്കുന്നു. കുട്ടികൾ കൗതുകത്തോടെ അത് നോക്കി നിന്നു. ടീച്ചർ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും കുട്ടികൾ നിരീക്ഷണം അവസാനിപ്പിച്ച് എഴുന്നേറ്റ്. അവർ കേസരത്തെയും അണ്ഡകോശത്തെയും കുറിച്ചുള്ള ചർച്ചയിലാണ്. മറ്റു കുട്ടികൾക്കെന്ന പോലെ കൊച്ചു ടോട്ടോയ്ക്കും ഒന്നും മനസ്സിലായി. കേസരങ്ങളും അണ്ഡകോശങ്ങളും വളരെ പ്രധാനപ്പെട്ടവയാണ്. 10 മിനിറ്റ് കൂടി നടന്നപ്പോൾ അവർ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരിടത്തെത്തി. ചെറിയ ഒരു വനം. അതിന്റെ നടുവിൽ കുഹോകൊൻബത്തു ക്ഷേത്രം. അവർ ക്ഷേത്രപ്പറമ്പിലെത്തി. കുട്ടികൾ നാലുപാടും ചിതറിയോടി. വാൽനക്ഷത്രം വീണ കിണറ് കണ്ടോ? സാക്കോച്ചൻ ധൃതിയിൽ ചോദിച്ചു. ടോട്ടോച്ചൻ ആ കിണറ് കാണാൻ കാത്തിരിക്കുകയായിരുന്നു. കേൾക്കേണ്ട താമസം അവൾ പിന്നാലെ ഓടി. കിണറ് കല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കി പോലിരിക്കുന്നു. അവളുടെ നെഞ്ചോളം പൊക്കമുണ്ട്. പലക കൊണ്ടുള്ള അടപ്പ്. അവർ മൂടി പതുക്കെ ഉയർത്തി ഉള്ളിലേക്ക് എത്തി വലിഞ്ഞു നോക്കി. കൂരാകൂരിരുട്ട്. ടോട്ടോച്ചൻ സൂക്ഷിച്ചു നോക്കി. താൻ മനസ്സിൽ കണ്ട കത്തിത്തിളങ്ങുന്ന വാൽനക്ഷത്രം എവിടെ? ഇല്ല. കൂരിരുട്ടിനിടയിൽ കല്ലുകളുടെയോ കോൺക്രീറ്റിന്റെയോ കൂന പോലെ എന്തോ ഒന്ന് മാത്രം കുറേശ്ശെ തെളിഞ്ഞു കാണാം. അവൾ കുറേ നേരം കിണറ്റിനുള്ളിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്ന ശേഷം ചോദിച്ചു. ഇതിനുള്ളില് തിളങ്ങുന്ന വാൽനക്ഷത്രം കുട്ടി കണ്ടിട്ടുണ്ടോ? ഏയ് ഇല്ല, സാക്കോച്ചൻ പറഞ്ഞു.